ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ BJP-യിലേക്ക് കുറച്ചധികം നേതാക്കൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മജയാണ്. അങ്ങനെ ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും പ്രമുഖരായ നേതാക്കൾ BJP-യിൽ ചേരുന്നത് കണ്ടു. കേരളത്തിലും അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി ആര് നിൽക്കും? 30-38 സീറ്റിലപ്പുറം രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കിട്ടാൻ പോകുന്നില്ല. ആ പാർട്ടിയിൽ ഇനി എന്ത് കാര്യമുണ്ട് നിന്നിട്ട്? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വലിയ തോതിൽ ആൾക്കാർ എല്ലാ മുന്നണിയിൽ നിന്ന് വരും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു പകുതി ഞങ്ങളുടെ കൂടെ ആയിരിക്കും. അല്ല, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ദേശീയ തലത്തിൽ BJP നിർത്തിയിരിക്കുന്ന മൊത്തം സ്ഥാനാർത്ഥികളുടെ 4-1 പേർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ പാർട്ടിയിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്ന് വന്നവരാണ്. കേരളത്തിൽ 4 പേര് അങ്ങനെയാണ്. ഇപ്പോൾ BJP ഒരു ഐഡിയോളജിക്കൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വരുന്നവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു ഒരു രീതി ആശയം മാറുന്നില്ലല്ലോ. ആശയമല്ലേ അവരുടേത്. BJP കോൺഗ്രസ്സുകാർ വരുമ്പോൾ അവർ BJP ആശയം സ്വീകരിച്ചിട്ടല്ലേ വരുന്നത്. അല്ലാതെ കോൺഗ്രസിന്റെ ആശയം വെച്ചിട്ടാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ പോരെ. ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കും, ഇനിയും കൊടുക്കും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പല ആൾക്കാർ. പാർട്ടി പ്രത്യേകിച്ച് വളരെ സംഘ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അമർഷം ഉണ്ടാവില്ല. വേറൊരു പാർട്ടി കാര്യമുള്ളൂ എന്നുള്ള മട്ടിലാവില്ലേ കാര്യം? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് സംഘത്തിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഞാൻ പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആരെങ്കിലും സംഘത്തിലോ സംഘപരിവാറിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വന്നവരല്ല. അവർ ആർക്ക് സീറ്റ് കൊടുത്താലും ആ പ്രവർത്തകരെ സന്തോഷമേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്താം എന്നുള്ള ഒരു പ്രതിപക്ഷ പ്രചാരണമാണ്. അത് ആരും മുഖവിലേക്ക് എടുക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ 4 സ്ഥാനാർത്ഥികൾ. അപ്പോൾ അതിൽ മുസ്ലിം ലീഗ് സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്ത അബ്ദുൽ സലാം മുതൽ കഴിഞ്ഞ തവണ കൈപ്പത്തിയിൽ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ വരെ നിങ്ങൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഇപ്പുറത്തെ 5 ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. നിങ്ങൾ ഈ 4 പേര് കോൺഗ്രസ് വന്നത് കൊടുത്തു, ശരി. ഞങ്ങൾ 5 വനിതകളെ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരാളും അത് ചർച്ച ചെയ്യില്ല. കേരളത്തിൽ ഒരു മീഡിയയും ഈ വനിതാ ബില്ലിന് 2024 തന്നെ നടപ്പാക്കണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നവരാണ് രാഹുൽ ഗാന്ധി. ഇത്രയും വലിയ 19 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ച് ഇപ്പോഴും ആകെ പ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഒരു സീറ്റാണ് കോൺഗ്രസ് കൊടുത്തത്. അത് ചർച്ച ചെയ്യണം നിങ്ങൾ. ഞങ്ങൾ 5 സീറ്റ് കൊടുത്തു, 20-ൽ 5. ഒരെണ്ണം കൂടി കൊടുത്താൽ 33% ആയി. നോക്കൂ, ഇത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. 4 പേര് കോൺഗ്രസ് എന്ന് വന്നവർക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കും. പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അവർക്കും കൊടുത്തരെ. കാരണം എന്താ അറിയോ, കോൺഗ്രസ് എന്ന് വന്ന ജനപിന്തുണയുള്ള ആൾക്കാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയത്തിലാണ്. പത്മജ വന്നപ്പോ കാസർഗോഡ് CK പത്മനാഭന് വിഷമമുണ്ടായത് നമ്മൾ കണ്ടു. ഇനിയിപ്പോ കൂടുതൽ ആളുകൾ വന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും ഒരു 30% ആൾക്കാരെ ഞങ്ങൾ പുതുതായിട്ട് എല്ലാ പദവികളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. BJP 15% നിൽക്കുന്ന ഒരു പാർട്ടി ഈ 15%-അകത്തിലുള്ളവർ തന്നെ എല്ലാ പദവികളും എല്ലാ സീറ്റുകളും മത്സരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാർട്ടി വളരണ്ടേ? ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ